ബ്ലാസ്റ്റ് കഥയേക്കാൾ അനുഭവത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഈ സിനിമ അവർ ഒരുക്കിയിരിക്കുന്നത്. ഒരു പുതുമയുള്ള കഥ പറയുകയോ സങ്കീർണമായ തിരക്കഥ ഒരുക്കുകയോ ചെയ്യുന്നതിനേക്കാൾ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ ആഘോഷിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ സൃഷ്ടിക്കാനാണ് സംവിധായകൻ സുഭാഷ് കെ രാജ് ശ്രദ്ധ നൽകിയത്. അതുകൊണ്ടാണ് കഥയുടെ അടിസ്ഥാന ഘടന വളരെ പരിമിതമായി നമുക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുടുംബം, പ്രതികാരം, സംരക്ഷണം, ഗ്രാമം, ഗാങ് വാർ തുടങ്ങിയ നിരവധി കമേഴ്ഷ്യൽ സിനിമയിൽ കണ്ടിട്ടുള്ള ഘടകങ്ങളാണ് ഇവിടെ വീണ്ടും അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പല രംഗങ്ങളും കഥ മുന്നോട്ട് കൊണ്ടുപോകാനല്ല, മറിച്ച് കഥാപാത്രങ്ങളുടെ കരുത്തും സ്വാധീനവും സ്ഥാപിക്കാനാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കരാട്ടെ ഫാമിലി എന്ന വൈബ് കൺസെപ്റ്റ് തന്നെയാണ്. സംഭവങ്ങൾ സ്വാഭാവികമായി വികസിക്കുന്നതിനേക്കാൾ അടുത്ത മാസ് മൊമെൻറ്റിലേക്ക് എത്താൻ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അർജുൻ, പ്രീതി മുകുന്ദൻ തുടങ്ങിയവരുടെ പെർഫോമൻസ് സിനിമയുടെ പേസ് എലവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫൈറ്റ് ബ്ലോക്കുകളും ബീജിയമും ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമേഴ്സും ഒക്കെ ഉപയോഗിച്ചുള്ള അവതരണം സിനിമയിൽ വർക്കാവുന്നുണ്ട്. ഈ പോലീസ് സംവിധാനത്തിൻ്റെ ദുർബലമായ അവതരണവും എളുപ്പത്തിൽ പ്രവചിക്കാവുന്ന ട്വിസ്റ്റുകളും വികാര രംഗങ്ങളിലെ സമ്മിശ്ര പ്രതികരണങ്ങളും ഒക്കെ കൂട്ടി വായിച്ചാൽ സിനിമ പലപ്പോഴും കഥാപാത്രങ്ങളുടെ തീരുമാനങ്ങളെക്കാൾ തിരക്കഥയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. മ്യൂസിക് രവി ബസ്രൂർ, സിനിമാറ്റോഗ്രാഫി അരുൺ രാധാകൃഷ്ണൻ, എഡിറ്റിംഗ് പ്രദീപ് ഇ രാഘവ് ചേരുമ്പോൾ മാസ് സിനിമ എങ്ങനെ ആഘോഷമാക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാകും. ശക്തി എന്ന ആശയത്തിലൂടെ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന രീതിയിലാണ് സിനിമയുടെ ഒരു പ്ലസ് എന്ന് പറയാം. ഫീനിക്സ് പ്രഭുവിൻ്റെ ആക്ഷൻ രംഗങ്ങൾ വെറും ആഘോഷ നിമിഷങ്ങളല്ല. ഓരോ ഫൈറ്റും ഒരു കഥാപാത്രത്തിൻ്റെ നിലപാടോ വികാരമോ പ്രകടിപ്പിക്കുന്ന ഒരു ഭാഷ പോലെ പലപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. സിനിമയിലെ മിക്ക കഥാപാത്രങ്ങളും അവരുടെ ജീവിതം നയിക്കുന്നത് വ്യക്തിപരമായ ആഗ്രഹങ്ങൾ കൊണ്ടല്ല, മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വം കൊണ്ടാണെന്ന് സിനിമ വേറൊരു രീതിയിലും പറഞ്ഞു തീർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ ഇവിടെ വെറും സാന്നിധ്യമല്ല, കഥയുടെ ഒഴുക്ക് മാറ്റാനുള്ള സ്വാധീനമുള്ള കഥാപാത്രങ്ങളായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. പഴയ അർജുൻ കഥാപാത്രങ്ങളുടെ രീതിയിലുള്ള മാസ് ഹീറോയിൽ ബ്ലാസ്റ്റിലില്ല. ശക്തി തെളിയിക്കാൻ ശ്രമിക്കാത്ത ഒരാളായി നിൽക്കുമ്പോഴും ചുറ്റുപാടുകൾ അദ്ദേഹത്തെ ശക്തിയുടെ കേന്ദ്രമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് തിരക്കഥയുടെ പ്ലസ് പോയിന്റ്. ഇത് ഗ്യാങ് വാറിനെ കുറിച്ചുള്ള സിനിമയേക്കാൾ സമൂഹം എങ്ങനെ ഒരു ഫാമിലിയെ നാടിൻ്റെ രക്ഷകരാക്കി എന്ന രീതിയിൽ ലോജിക്കില്ലാതെ ആലോചിച്ചാൽ ഓക്കെയാണ് തിയേറ്ററിൽ കാണാവുന്ന ചിത്രം.